ഹായ് ഓൾ. അപ്പം കീമിന്റെ എഞ്ചിനീയറിംഗ് ഫാർമസി സ്കോർ കാർഡ് പബ്ലിഷ് ചെയ്ത കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. c.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങളുടെ കീം കാൻഡിഡേറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് അകത്ത് കയറിയാൽ നിങ്ങളുടെ എൻട്രൻസ് എക്സാം സ്കോർ എന്ന് പറഞ്ഞ മെനുവിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സ്കോർ കാർഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ സ്കോർ കാർഡിൽ ശരിക്കും പേപ്പർ 1, പേപ്പർ 2 എന്ന് രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളായിട്ടാണ് നിങ്ങൾക്ക് സ്കോർ കാർഡ് കാണാൻ സാധിക്കുക. അപ്പൊ അത് നിങ്ങൾ ജസ്റ്റ് എടുത്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അവിടെ പ്രധാനമായി അറിയേണ്ട ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, ഫിസിക്സിന്റെ ഒരു ക്വസ്റ്റ്യനും കെമിസ്ട്രിയുടെ 2 ക്വസ്റ്റ്യൻസും പേപ്പർ 1 കളഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മാത്തമാറ്റിക്സിന്റെ 3 ക്വസ്റ്റ്യൻസുമാണ് ടോട്ടൽ ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതാ ഡിലീറ്റ് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം, നമ്പർ എല്ലാം ഈ കാണുന്നതാണ്. ഈ കാണുന്ന ജസ്റ്റ് ആ വെർഷൻ കോഡ് വെച്ച് നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ആക്ച്വലി സ്കോർ കാർഡ് വരുമ്പം അതെല്ലാം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഫൈനൽ മാർക്കാണ് ശരിക്കും എന്ത് ചെയ്യുക, സ്കോർ കാർഡായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതല്ല ആക്ച്വലി നിങ്ങളുടെ റാങ്ക്. ഇത് ആക്ച്വലി നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടർ ആണെങ്കിൽ പോലും ഇത് മാത്രമല്ല നിങ്ങളുടെ റാങ്കിനെ നിർണ്ണയിക്കുന്നത്. ഇതിന്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ റിസൾട്ടുകൾ നിങ്ങൾ പബ്ലിഷ് ചെയ്യണം ഫോർ എഞ്ചിനീയറിംഗ് ശ്രദ്ധിക്കുന്നവരോടാണ് പറയുന്നത്. നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ 5-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് മാർക്കുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൺഫേം ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കീം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആവുകയുള്ളൂ. സോ ആ കീം റാങ്ക് ലിസ്റ്റ് ഈ 2 ക്രൈറ്റീരിയയും കൂടെ ഒരുമിച്ച് കണക്കാക്കിയായിരിക്കും എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ബിഫാമുകാർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ പേപ്പർ 1ന്റെ ഇൻഡെക്സ് മാർക്കുകൾക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരിഗണിക്കുന്നത്. മറ്റൊരു കാര്യം, മെഡിക്കൽ കോഴ്സുകളിലേക്ക് സെലക്ട് ചെയ്ത വിദ്യാർത്ഥികളാണ്. നിങ്ങൾക്ക് ആക്ച്വലി കീമിന് നിങ്ങളുടെ +2 ബോർഡ് എക്സാമിന്റെ മാർക്കുകൾ ആഡ് ചെയ്യേണ്ടതായിട്ടില്ല. നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ മാർക്കുകൾ നീറ്റിന് പരിഗണിക്കില്ല. പ്രോപ്പർ നീറ്റ് സ്കോർ മാത്രമാണ്. അത് നീറ്റിന്റെ സ്കോർ പബ്ലിഷ് ചെയ്തതിനു ശേഷം കേരള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മെഡിക്കൽ ലിസ്റ്റ് സ്കോറുകൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയം അവർ അവസരം നൽകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ നോക്കുന്നവർ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലാതെ വരുന്നതേ ഉള്ളൂ. അതിന്റെ സമയമാവുന്നതേ ഉള്ളൂ. മറ്റൊരു കാര്യം, നിങ്ങളുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റുകളും അതേപോലെ ബിഫാം റാങ്ക് ലിസ്റ്റുകളും ഇനി വരുന്ന പ്രൊസീജിയറുകളിൽ പബ്ലിഷ് ചെയ്യും. അതിനുശേഷമായിരിക്കും അലോട്ട്മെന്റ് നടക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സ്കോറും അതേപോലെ തന്നെ നിങ്ങളുടെ +2 മാർക്കുകളും എല്ലാം വെച്ച് റാങ്ക് നിർണ്ണയിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അലോട്ട്മെന്റ് പ്രോസസ്സുകളിൽ പ്രീവിയസ് ഇയറിൽ ഇതിനു മുമ്പ് എഞ്ചിനീയറിംഗ് ലാസ്റ്റ് റാങ്കുകളുടെ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ കോളേജുകളിലേക്ക് പ്രവേശനം സാധ്യമാക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കീം അത്യാവശ്യം കുറച്ച് ടഫർ ആയിട്ടുള്ള ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ചെറിയ രീതിയിൽ കട്ട് ഓഫ് റിലാക്സേഷൻസുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ കാര്യങ്ങളെല്ലാം ഇനി വരുന്ന വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി അലോട്ട്മെന്റ് ആണ്. അപ്പൊ ഇനി എന്നൊരു ചോദ്യത്തിന് ഇനി ശരിക്കും അലോട്ട്മെന്റ് ആണ്. നിങ്ങളുടെ നെക്സ്റ്റ് നിങ്ങളുടെ ഒരു കരിയർ ചൂസ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറുകളാണ് ഈ അലോട്ട്മെന്റിലൂടെ നടക്കുക. നമുക്ക് ആ അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് എല്ലാം പൂർണ്ണമായും പുതിയ വീഡിയോകളിലായിട്ട് തന്നെ ചെയ്യാം. അപ്പം സ്കോർ കാർഡ് നോക്കുക, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയുള്ള നിങ്ങളുടെ ബോർഡ് എക്സാമിന്റെ മാർക്കുകൾ അപ്ഡേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കി പ്രൊസീജിയറിലേക്ക് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി വരുന്ന വീഡിയോകളിൽ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി തന്നെ പറയാം. താങ്ക് യു.